ഹലോ, എല്ലാവർക്കും ഷെറീസ് ബേക്കിലേക്ക് സ്വാഗതം. ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നമുക്കിന്ന് കാഷ്യൂ ക്രീമി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് 1 കിലോ ചിക്കൻ എടുക്കണം. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ലെമണിൻ്റെ ജ്യൂസ്, ഒരു വലിയ ലെമൺ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുവെങ്കിൽ കൂടുതൽ അതിൽ നന്നായിട്ട് ഉപ്പും എരിവൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കും. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായ ശേഷം അതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതുപോലെ 50 ഗ്രാം ബട്ടർ അതുകൂടി ഇട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, അതായത് ഒന്ന് നമ്മൾ ചതച്ചിട്ട് അരിയാണ് ചെയ്യെങ്കിൽ ഒന്നും കൂടി കൂടുതൽ ഫ്ലേവർ കിട്ടും, അതിൻ്റെ സ്മെല്ല് കിട്ടും, നല്ലൊരു സ്മെല്ലായിരിക്കും. അത് ബട്ടറിലിട്ട് നന്നായി വഴറ്റുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ചോപ്ഡ് ഒണിയൻ ചേർക്കണം. അത് നന്നായി വഴയേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, വെന്ത് തുടങ്ങിയാൽ മതി. അപ്പം തന്നെ നമ്മളതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ അതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അത് മൂടി വെക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ. ചിക്കൻ പകുതി വേവാകുമ്പോൾ നമ്മളതിൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ വലിയ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിതിൽ ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ നമ്മൾ ആദ്യം ചേർത്തിരുന്നല്ലോ. അപ്പോൾ ഇത് 2 ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കണം. വീണ്ടും ചിക്കൻ ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ അതിൽ സോയാ സോസും ടൊമാറ്റോ സോസും ചേർക്കണം. സോയ സോസ് ഒരു വലിയ 1 ടേബിൾ സ്പൂണും ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂണാണ് നമ്മളതിൽ ചേർക്കുന്നത്. നന്നായി വഴറ്റി വീണ്ടും നമ്മൾ മൂടി വെക്കണം. വീണ്ടും നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ചിക്കൻ ഏകദേശം ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ക്യാപ്സിക്കം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മതിയാവും, കൂടുതൽ വേവാൻ പാടില്ല. 1 മിനിറ്റ് കൂടി വഴറ്റിയിട്ട് നന്നായി വേവിക്കുക. എല്ലാം വെന്തതിന് ശേഷം നമ്മൾ കാഷ്യൂ പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട് ആദ്യം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഒന്ന് പൊടിച്ച് പൗഡറാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. ആ പേസ്റ്റും കുറച്ച് ക്രീം, അമൂലിൻ്റെ ക്രീമോ ഏത് ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതും കൂടി ആ കറിയിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിക്കാം. ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച്
കസൂരി മേത്തി ലീവ്സ് ഇടാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഒരു പിഞ്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടവർക്ക് വീണ്ടും കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിൽ കാഷ്യൂ നട്ടും കിസ്മിസും വറുത്ത് ഈ കറിയിലോട്ട് ഇടാം. അതിപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല, ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.